ഹലോ വെൽക്കം ബാക്ക്. എന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന റെസിപ്പി ഉണക്കമീൻ വെച്ചിട്ടുള്ളൊരു മീൻ കറിയാണ് കേട്ടോ. അപ്പോൾ നമുക്കത് എങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ 4 അയില മീനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതൊരു അരമണിക്കൂർ നമുക്ക് വെള്ളത്തിലിട്ട് വെക്കാം. അപ്പോൾ അതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് പോയി കഴിഞ്ഞതിന് ശേഷം കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള അരപ്പ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു കപ്പ് തേങ്ങ, ഒരു തേങ്ങയുടെ പകുതി മുറിയാണ് കേട്ടോ ചുരണ്ടി എടുത്തത്. അതൊരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു 5 ചെറിയ ഉള്ളി അല്ലിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 1 ടീസ്പൂണ് മുളക് പൊടിയും, 1 ടീസ്പൂണ് മല്ലിപ്പൊടിയും, ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ലവണ്ണം ഒന്ന് അരച്ചെടുക്കണം. പിന്നെ അരമണിക്കൂർ കഴിഞ്ഞ് മീനൊക്കെ കഴുകി ഒരു മൺചട്ടിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് പുളിവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാനപ്പോൾ ഒരു നാരങ്ങയുടെ വലിപ്പത്തിലുള്ള പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഒഴിച്ചു കൊടുത്തത്. ഇതിലോട്ടൊരു 1/4 ടീസ്പൂണിലും കുറവ് മഞ്ഞൾപ്പൊടിയും, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം. കാരണം തേങ്ങയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ. ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 2 പച്ചമുളകും. എന്നിട്ട് ഒന്ന് തിള വന്നാൽ നമുക്ക് ഇതിലേക്ക് തേങ്ങ അരച്ച് എടുത്തത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിനി കൂടുതൽ തേങ്ങ എടുത്ത് അങ്ങനെയും കറി ഉണ്ടാക്കാം. ഞാനപ്പോൾ ആവശ്യമുള്ള ഒരു തേങ്ങയുടെ മുറി എടുത്താണ് കേട്ടോ കറി ഉണ്ടാക്കിയിട്ടുള്ളത്. ഞാനപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലവണ്ണം ഒന്ന് മിക്സാക്കി എടുക്കണം. ഈ ഒരു സമയത്ത് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. കാരണം മീൻ വെള്ളത്തിലിട്ട് വെച്ചത് കാരണം ചില മീനുകൾക്ക് ഉപ്പ് കുറവായിരിക്കും. അപ്പോൾ ഈ ഒരു സമയത്ത് ഉപ്പ് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇതൊന്ന് അടച്ചു വെക്കണം. ഇത് നല്ലവണ്ണം തിളച്ച് കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്തിടാം. അപ്പോൾ കറിയൊക്കെ നല്ലവണ്ണം കുറുകി വന്നിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത ഉണക്കമീനൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ ഇത് വേവായി കിട്ടും. ഇതൊന്ന് താളിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാനിലേക്ക് വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. ഇതിലോട്ടൊരല്പം ഉലുവ ചേർത്ത് കൊടുക്കണം, കൂടി പോവരുത്. ഉലുവ ഒന്ന് പൊട്ടിക്കഴിഞ്ഞാൽ 1 ടീസ്പൂണ് കടുകാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലോട്ടൊരു 4-5 ചെറിയുള്ളി കനം കുറച്ച് സ്ലൈസ് ചെയ്തതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കറിവേപ്പിലയും. എന്നിട്ട് ഇതൊന്ന് കളറ് മാറി തുടങ്ങിയാൽ നമുക്ക് കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതുപോലെ ഉണക്കമീൻ വെച്ച് കറി ഉണ്ടാക്കിയാൽ ഏത് മീനും വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്ത റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്